ഹായ് ഓൾ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് അഗെയിൻ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള ടെസ്റ്റ് സിഗ്നൽസ് ആൻഡ് ടൈം ഡൊമൈൻ റെസ്പോൺസുകളാണ്, ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് പോവാം ടെസ്റ്റ് സിഗ്നൽസ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് സിഗ്നൽസ് ആൻഡ് വാട്ട് ആർ ദേ? അതൊരു ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് ഒരു ടേം ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ഈ ടെസ്റ്റ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റ് സിഗ്നൽസ് എന്നൊരു അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് സിഗ്നൽസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതാണ് ആദ്യം പറയാൻ പോകുന്നത്. ടെസ്റ്റ് സിഗ്നൽസ് ആർ സിഗ്നൽസ് വിച്ച് ആർ ദോസ് യൂസ് ടു പ്രീ ഡിറ്റർമൈൻ ദ ഫങ്ഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഫങ്ഷനെ പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ, നേരത്തെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് സിഗ്നൽസ് ആർ കോൾഡ് ദ ടെസ്റ്റ് സിഗ്നൽസ്. മനസ്സിലായോ? ടെസ്റ്റ് സിഗ്നൽസ് ആർ യൂസ് ടു പ്രീ ഡിറ്റർമൈൻ, ഇതാണ് വേർഡ്, യൂസ്ഡ് ടു പ്രീ ഡിറ്റർമൈൻ ദി ഫങ്ഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഫങ്ഷൻ പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നൽസ് ആർ കോൾഡ് ദ ടെസ്റ്റ് സിഗ്നൽസ്. ഇനി അപ്പൊ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നോണ്ട് എന്താ യൂസ് ഉള്ളത്? അത് നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? സിഗ്നലിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഫങ്ഷൻ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നത് കൊണ്ട് അത് പ്രാക്ടിക്കൽ കേസിൽ ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് നേരത്തെ തന്നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. Then the next term are what are the different types of test signals. Noka, what are the different types of test signals? In the first one, step signal. Step signal idella miss explain cheyato. Step signal. Second one is ramp signal. Ramp signal. Third one is parabolic signal. Parabolic signal, and the fourth one is impulse signal. Okay, and the fourth one is impulse signals. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ സ്റ്റെപ്പ് സിഗ്നൽ നോക്കിക്കോ. ഇപ്പൊ ഇവിടെ മിസ് സ്റ്റെപ്പ് സിഗ്നൽ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വരച്ചിട്ട് ഇക്വേഷൻസ് മാത്രമായിട്ടാണ് എഴുതുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബൈ വേർഡ്സ് ഞാൻ പറയുക ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാല്, അറ്റ് ദ ടൈം ടി ഈസ് ഈക്വൽ ടു 0, ടൈം ടി, അതായത് സ്റ്റാർട്ടിങ് ടൈം ടിയില് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു 1 എന്നോ 2 എന്നോ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു റൈസ് കാണാൻ പറ്റും. ഔട്ട്പുട്ട് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു റൈസ്, എന്ന് വരെയുള്ള ഒരു റൈസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടി ഈസ് ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയം മുഴുവൻ ഈ ഔട്ട്പുട്ടിന് എന്ത് വരില്ല? ചേഞ്ച് വരില്ല. അതായത് എയിൽ തന്നെ റിമൈൻ ചെയ്ത് കണ്ടിന്യൂസ് സാച്ചുറേറ്റഡ് കേസ് പോകുന്നത് പോലെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ നിൽക്കും. ഇതാണ് സ്റ്റെപ്പ് സിഗ്നൽ. മനസ്സിലായോ? അറ്റ് ദ ടൈം ടി ഈസ് ഈക്വൽ ടു 0 നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആൻഡ് ആ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ഫോർ ദ ലോങ് ടൈം, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഔട്ട്പുട്ട് ഷുഡ് ബി എ കോൺസ്റ്റന്റ് വൺ. ആ ഔട്ട്പുട്ട് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയ ഔട്ട്പുട്ട് ആണ്. അതാണ് ഈ എയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് സിഗ്നൽസ് ആർ കോൾഡ് ദി സ്റ്റെപ്പ് സിഗ്നൽ. നോക്കിക്കോ, ആർ ഓഫ് ടി, ഔട്ട്പുട്ട് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു യു ഓഫ് ടി. എ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയ വാല്യൂ അല്ലെ, ഇൻറ്റു യു ഓഫ് ടി. യു ഓഫ് ടി എന്താണ്? യു ഓഫ് ടിക്ക് നമ്മൾ 1 കൊടുത്താൽ എ തന്നെ കിട്ടും. വേർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0 നമ്മൾ 1 എന്ന് കൊടുത്തപ്പോൾ എ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ടി ഗ്രേറ്റർ ദാൻ 0 അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതാണ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 ഇങ്ങോട്ട് വരും അല്ലെ. ടി ലെസ് ദാൻ 0 എന്താണ്? യു ഓഫ് ടി 0 ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് സിഗ്നൽ കോൾഡ് ദ സ്റ്റെപ്പ് സിഗ്നൽ. നോക്കിക്കോ, ദ സെക്കൻഡ് സിഗ്നൽ ഇസ് ദ റാമ്പ് സിഗ്നൽ. റാമ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലീനിയർ റിലേഷൻ ഉള്ള സിഗ്നലിനെയാണ് നമ്മൾ റാമ്പ് സിഗ്നൽ എന്ന് പറയാ. ലീനിയർ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിക്കോ മക്കളെ, അറ്റ് ദ ടൈം ടി ഈസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0 എക്സ് ആക്സിസും വൈ ആക്സിസും 0 തന്നെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി ടേക്കൺ ആസ് ദ ഒറിജിൻ അല്ലെ, ഒറിജിനാ. അടുത്ത ടൈം ടി ഈസ് ഈക്വൽ ടു 1 ആയപ്പോ ഔട്ട്പുട്ട് വന്ന വൈ ആക്സിസിൽ നമുക്ക് 1 തന്നെ കിട്ടി. ടി ഈസ് ഈക്വൽ ടു 2 ആയപ്പോ
വൈ ആക്സിസും 2 കിട്ടി. ടി 3 ആകുമ്പോൾ ഇവിടെയും 3, ഇവിടെ 4 ആകുമ്പോൾ ടിയിൽ 4 ആകുമ്പോൾ വൈ ആക്സിസിൽ 4, അതായത് ആർ ഓഫ് ടി എന്നുള്ള ഔട്ട്പുട്ടും 4. ദാറ്റ് മീൻസ് എന്താണ്? ലീനിയർ ആണ്, കറക്റ്റ് ആയിട്ടാണ്. 1 വരുമ്പോൾ എക്സിൽ 1 ആണെങ്കിൽ വൈയിലും 1, എക്സിൽ 2 വരുമ്പോൾ വൈയിലും 2, എക്സിൽ 3 വരുമ്പോൾ വൈയിലും 3. അങ്ങനെയുള്ള ഇൻക്രിമെന്റിനെയാണ് നമ്മൾ ലീനിയർ, ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന റിലേഷനെയാണ് നമ്മൾ ലീനിയർ റിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് വി ഐ ക്യാര ഓംസ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഓംസ് ലോ വി ഐ ക്യാര പറയുന്ന ലീനിയർ കമ്പണൻസും നോൺ ലീനിയർ കമ്പണൻസ് എന്നും പറയും. ഓംസ് ലോ ഒബേ ചെയ്യുന്നതെല്ലാം ലീനിയർ കമ്പണൻസ് ആണ്. അതായത് നമ്മുടെ പാസീവ് കമ്പണൻസ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്ന എല്ലാം തന്നെ നമ്മുടെ എന്താണ്? ലീനിയർ കമ്പണൻസ് ആണെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അത് തന്നെയാ ഇവിടെ ലീനിയർ റിലേഷൻഷിപ്പ് വരുന്ന കമ്പണൻസ് അല്ലെങ്കിൽ ലീനിയർ റിലേഷൻഷിപ്പ് വരുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാം സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിൽ പാരാബോളിക് സിഗ്നലിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റിയസ് വാല്യൂ വേരി ചെയ്യുന്നത് സ്ക്വയർ ഓഫ് ദ ടൈം. ടൈമിന്റെ സ്ക്വയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. അപ്പൊ ടൈമിന്റെ സ്ക്വയർ ആയിട്ട് വേരി ചെയ്യുന്നതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നോക്കിക്കോ, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ബൈ 2 വേർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ടി 0നേക്കാൾ ഗ്രേറ്റർ. അപ്പൊ ടിക്ക് 1 കൊടുത്താൽ എ ബൈ 2 എന്ന് കിട്ടും. ടിക്ക് 2 കൊടുത്താൽ എ ഇൻറ്റു എ 1 ആക്കി എടുത്തോ, 1 ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 അല്ലേ? അപ്പൊ എന്താണ് ഇത് കണക്ഷൻ പറയുമ്പോൾ ആർ ഓഫ് ടി 2 ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ എന്ന് പറയും. ദാറ്റ് മീൻസ് സ്ക്വയർ ആയിട്ട് ടൈമിന് സ്ക്വയർ ചേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? അതാണ് പാരാബോളിക് സിഗ്നൽ എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് സിഗ്നൽ ഇസ് ദ ഇമ്പൾസ് സിഗ്നൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും സിഗ്നിഫിക്കൻസ് ഉള്ളതുമായ സിഗ്നൽ ആണ് ഇമ്പൾസ് സിഗ്നൽ. അപ്പൊ നമുക്ക് അത് നോക്കാം. ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സിഗ്നൽ വിച്ച് ഇസ് അവൈലബിൾ ഫോർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. അതായത് ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അതായത് നല്ല ഹൈറ്റിലാണ് നമുക്ക് ഏതൊരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. ആ ഫസ്റ്റ് ഇനിഷ്യൽ കേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഔട്ട്പുട്ട് ഇല്ല. അതാണ് പറയുന്നത് എന്താണ്? സിഗ്നൽ വിച്ച് ഇസ് അവൈലബിൾ ഫോർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. ഇപ്പൊ ഇത് ഇവിടെ 1 2 3 ടൈം മാർക്ക് ചെയ്തിട്ട് ആ 1 സെക്കൻഡ് പോലും നമുക്ക് എന്തില്ല? ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല അല്ലേ? 1 സെക്കൻഡ് പോലും ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയത് എന്താണ്? ഹൈ ഔട്ട്പുട്ടാണ്. That kind of signals are called the impulse signal which is available for very short duration of time. Clear ആണോ? Signal which is available for very short duration of time is known as the impulse signal. ഇത്രയാണ് ടെസ്റ്റ് സിഗ്നൽസ്. ഇത് 4 മാർക്സിൽ കൺട്രോൾ സിസ്റ്റത്തിലെ 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ഫിഗർ വരച്ച് ഇക്വേഷൻസ് എഴുതി സെന്റൻസുകൾ 2-3 സെന്റൻസ് ആയിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ്. ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തന്നെ ഒരു ക്വസ്റ്റൻ ആണ്. അതായത് 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഐദർ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഓർ ദ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ്. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചിട്ട് പോകണം. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ 4 മാർക്സിന് കിട്ടുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ പഠിക്കണം. ആദ്യം ഇത് 0.5 എന്ന് പറഞ്ഞാൽ 50%, ഇവിടെ 100%, അതാണ് 1 കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഓരോ ടൈം ടി, ആദ്യം ടി ഡി, ദെൻ ടി ആർ, ദെൻ ടി പി, ഇവിടെ ടി എസ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാം. ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കോ, നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന ടി ഡി ആണല്ലേ മക്കളെ? ദാറ്റ് ടി ഡി റെപ്രസെന്റ്സ് ദ ഡിലേ ടൈം. ഫസ്റ്റ് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ആണ് ഡിലേ ടൈം. dim taken for the response to reach, എവിടം വരെ കാണാമോ? Response to reach 50% for the first rise. ആദ്യത്തെ റൈസില് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫോർ വൃത്തിയില്ലാതെ എഴുതണം അല്ലേ? ഫോർ ദ ഫസ്റ്റ് റൈസ്. ഇവിടെ ഇപ്പൊ നോക്കിക്കോ, മിസ് എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാല് ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് 50% ഫോർ ദ വെരി ഫസ്റ്റ് റൈസ്. വെരി ഫസ്റ്റ് റൈസ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് നോക്കിക്കോ, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 50%, അതാണ് 0.5 എന്ന് മാർക്ക് ചെയ്തേക്കണേ. അപ്പൊ ഈ 0 മുതൽ 50% വരെ ഡിലേ ഇല്ലാതെ ഒറ്റ റൈസ്, അതായത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ കറക്റ്റ് 50% കയറണം. അല്ലാണ്ട് ഇങ്ങനെ നിന്ന് പിന്നെ വന്ന് പിന്നെ നിന്ന് പിന്നെ അങ്ങനെ പോവരുത് കേട്ടോ.
കറക്റ്റ് ആയിട്ട് സിംഗിൾ ഒറ്റ സ്ട്രെച്ചില് നമ്മുടെ ഫസ്റ്റ് റൈസിൽ 50% എത്താനുള്ള സിഗ്നൽ എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഡിലേ ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് 50% ഓഫ് ദി 50% for the very first rise. Clear ആണോ? Very first rise is the delay time, represents TD. Okay. Then the second one is the rise time. ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട്. റൈസ് ടൈം അല്ലെങ്കിൽ അത് എഴുതുന്ന സമയം പോകും. റൈസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 100. നോക്കിക്കേ, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് 100% എന്ന് പറയുന്നത്. ആ പോയിന്റ് ആണ് നമ്മൾ TR ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. കണ്ടോ? അപ്പൊ ഈ 0 മുതൽ 100 വരെ ഫോർ ദ വെരി ഫസ്റ്റ് റൈസില് എന്താ റൈസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടേക്കില് ഈ 0യിൽ നിന്ന് 100 വരെ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന റൈസ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ഞാൻ റെസ്പോൺസ് തൊട്ട് എഴുതിയിട്ടുള്ളൂ. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് 0 to 100% ഫോർ ദ വെരി ഫസ്റ്റ് റൈസ്. ഫസ്റ്റ് റൈസിൽ 0 മുതൽ 100 വരെ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 0 to 100% നമ്മള് സിസ്റ്റത്തിന് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഡാമ്പിംഗ് റേഷ്യോ സീറ്റയുടെ വാല്യൂന്റെ ബേസിൽ സിസ്റ്റത്തിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അൺഡാംഡ് സിസ്റ്റം, അണ്ടർ ഡാംഡ് സിസ്റ്റം, ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ആൻഡ് ദി ഓവർ ഡാംഡ് സിസ്റ്റം. അല്ലെ, ഇതെല്ലാം ഞാൻ ഡെറിവേഷനും എഴുതിയിട്ടുണ്ട്. ഓവർ ഡാംഡ് സിസ്റ്റം. അപ്പൊ അണ്ടർ ഡാംഡ് സിസ്റ്റം 0 to 100% ഫോർ ദ വെരി ഫസ്റ്റ് റൈസിൽ 0 to 100% വരെ അണ്ടർ ഡാംഡ് സിസ്റ്റം എടുക്കും റൈസ് ടൈം. എന്നാൽ ഓവർ ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ 10% to 90% വെരി ഫസ്റ്റ് റൈസ് നോക്കിയാൽ മതി. ഇവിടെ നിന്ന്, അതായത് 0 സ്റ്റാർട്ട് ചെയ്ത് 10% to ഇതിന് തൊട്ട് മുന്നേ 90% വരെ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓവർ ഡാംഡ് സിസ്റ്റത്തിന്റെ റൈസ് ടൈം ആണെന്ന് പറയാം. ആൻഡ് ക്രിട്ടിക്കലി ഡാംഡ്, ദാറ്റ് ഇസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 വരുന്ന കേസ്, അത് ക്രിട്ടിക്കലി ഡാംഡ് കേസ്. ക്രിട്ടിക്കലി ഡാംഡ് കേസിന് 5% to 95%. ഇവിടെ നിന്ന് 5% മുതൽ ഇവിടെ 95% വരെ എത്താൻ എടുക്കുന്ന ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് 5% to 95% ഫോർ ദ വെരി ഫസ്റ്റ് റൈസ് ഇസ് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിന്റെ എന്താണ്? റൈസ് ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിലേ ടൈം, റൈസ് ടൈം, അടുത്ത എന്താണ്? പീക്ക് ടൈം. നോക്കിക്കോ, ഇവിടെ ഞാൻ പീക്ക് ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. പീക്ക് ടൈം എന്ന് പറയുന്നത് TR ആണ്. TP ആണ്. നിങ്ങൾ ഫിഗറിൽ നോക്കിക്കേ, TP ഏതാ? നമ്മുടെ ഈ സെൻട്രൽ 100 കഴിഞ്ഞിട്ട് മാക്സിമം പോയിട്ടുള്ളത് വരെ, അവിടെ തൊട്ട് ഇവിടം വരെ 0യിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് TP എന്നല്ലേ. അപ്പൊ റെസ്പോൺസ് ടു റീച്ച് ദ പീക്ക് വാല്യൂ ഫോർ ദ വെരി ഫസ്റ്റ് റൈസ്. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 കഴിഞ്ഞ് മാക്സിമം വാല്യൂ കഴിഞ്ഞു പോയിട്ടുള്ള, അതിന് പോകാവുന്ന മാക്സിമം വാല്യൂ, അത് കഴിഞ്ഞ് പിന്നെ പോത്തില്ല. അതാണ് പീക്ക് വാല്യൂ. മാക്സിമം പീക്ക് വാല്യൂ അങ്ങറ്റത്തെ ഏറ്റവും പൊക്കത്ത്, അതാണ് പീക്ക് വാല്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് ദ പീക്ക് വാല്യൂ ഫോർ ദ വെരി ഫസ്റ്റ് റൈസ്. ഫസ്റ്റ് റൈസിലെ പീക്ക് വാല്യൂ വരെ എത്താൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് എന്തെന്ന് പറയാം? പീക്ക് ടൈം എന്ന് പറയാം. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് TP. ഇപ്പൊ നമ്മൾ 3 ഡിലേ ടൈം പറഞ്ഞു, റൈസ് ടൈം കഴിഞ്ഞു, പീക്ക് ടൈം കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഞാൻ സെറ്റിലിംഗ് ടൈം ആണ് പറഞ്ഞത്. നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ അറിയാം. പീക്ക് ടൈം കഴിഞ്ഞിട്ട് ഒരെണ്ണവും കൂടി ഉണ്ട്, മാക്സിമം പീക്ക് ഓവർഷൂട്ട്. അത് ഞാനിപ്പോൾ എഴുതിയില്ല. ഞാൻ സെറ്റിലിംഗ് ടൈമും കൂടെ പറഞ്ഞ് ഗ്രാഫിലുള്ളതെല്ലാം പറഞ്ഞിട്ട് മാക്സിമം പീക്കിലേക്ക് പോകത്തുള്ളൂ. ഇത് ഇവിടെ MP ഉണ്ട്, പക്ഷെ ഈ ബേസിൽ TR, TD, TR, TP, TS എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആ TS ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ കേട്ടോ. TS എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലിംഗ് ടൈം ആണ്. എന്താണ് സെറ്റിലിംഗ് ടൈം? സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു എററിൽ റീച്ച് ചെയ്ത്, അതായത് റെസ്പോൺസ് ഒരു എററിൽ റീച്ച് ചെയ്ത്, ഇവിടെ കണ്ടോ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ TS എന്ന് പറയുന്നത്. അതായത് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ അവിടെ ഒരു എറർ ഉണ്ട്. ആ എററിൽ റീച്ച് ചെയ്ത് ആ എററിൽ സ്റ്റേ ചെയ്യാൻ, റെസ്പോൺസ് ഒരു എററിൽ റീച്ച് ചെയ്ത് ആ എററിൽ വിത്തിൻ ദ എററിൽ സ്റ്റേ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളതും. ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് ആൻഡ് സ്റ്റേ, അത് ഇമ്പോർട്ടന്റ് ആണ്. റീച്ച് ആൻഡ് സ്റ്റേ വിത്തിൻ എ സ്പെസിഫൈഡ് എറർ ഇസ് കോൾഡ് ദ സെറ്റിലിംഗ് ടൈം. ഓക്കെ, റീച്ച് ആൻഡ് സ്റ്റേ വിത്തിൻ എ സ്പെസിഫൈഡ് എറർ ഈസ് കോൾഡ് ദ സെറ്റിലിംഗ് ടൈം. അപ്പൊ അവിടെ ഒരു എറർ ഉണ്ടാവണ്ടേ? ടോളറബിൾ എറർ ഇൻ ദ സിസ്റ്റം, അല്ലെങ്കിൽ ഈ ടൈം ഡൊമൈനിലേക്ക് വരുന്ന
ടോളറബിൾ എറർ എന്ന് പറയുന്നത് 2% to 5% ആയിരിക്കും. അത് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. എറർ മേ ബി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 2% to 5%. ഇതിന്റെ ഡെറിവേഷൻസ് ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ ഡെറിവേഷൻസ് ഇടാട്ടോ. ഇക്വേഷൻ ചിലതിലൊക്കെ ഡെറിവേഷൻ ചോദിക്കും, ചിലതിൽ ന്യൂമറിക്കൽ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് വേണം. അപ്പോൾ ആ ഡെറിവേഷൻസിൽ 2% എററിന്റെയും 5% എററിന്റെയും ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിലിംഗ് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കൺട്രോൾ സിസ്റ്റത്തിനകത്ത്. അത് ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് ടോളറബിൾ എറർ എന്ന് പറയുന്നത് 2% to 5% വരെയാണ്. പിന്നെ സെറ്റിലിംഗ് ടൈം is defined as the time taken to reach the response, time taken by the response to reach and stay within a specified error is known as the settling time. ഇനി നമ്മൾ തിരിച്ച് ഫോർത്തിലേക്ക് പോകുന്നു. ഇത് ഫിഫ്ത്ത് ടേം ആയിരുന്നു. ഫോർത്തിലേക്ക് തിരിച്ചു വരികയാണ് മാക്സിമം പീക്ക് ഓവർഷൂട്ട്. ഫോർത്ത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മാക്സിമം പീക്ക് ഓവർഷൂട്ട്. മാക്സിമം പീക്ക് ഓവർഷൂട്ടിനെ നമ്മൾ എം പി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എം പി ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ് എം പി ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം വാല്യൂ ടു ദ ഫൈനൽ വാല്യൂ ടു ദി ഫൈനൽ വാല്യൂ. അതായത് സി ഓഫ് ടി പി മൈനസ് സി ഓഫ് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ സി ഓഫ് ഇൻഫിനിറ്റി. സി ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ വാല്യൂ ആണ്, ലാസ്റ്റ് വാല്യൂ ആണ്, ഫൈനൽ വാല്യൂ ആണ്. ആൻഡ് സി ഓഫ് ടി പി എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വാല്യൂ. നമുക്ക് ഇവിടെ മാക്സിമം വാല്യൂ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മാക്സിമം വാല്യൂ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ടു ദ റേഷ്യോ ഓഫ് ദ ഫൈനൽ വാല്യൂ ഈസ് മാക്സിമം പീക്ക് ഓവർഷൂട്ട്. ഇത് ഗ്രാഫിൽ എവിടെ വരും എന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ കാണാമോ? ഈ 0യിൽ നിന്ന് 100 ടു പീക്ക് വാല്യൂയിലേക്ക് പോകുന്നില്ലേ, ഇതുവരെയുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ മാക്സിമം പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ബേസിക്കലി 4 എണ്ണമാണ്. 5 എണ്ണം നമ്മളിവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിലേ ടൈം എന്ന് പറഞ്ഞാൽ time taken for the response to reach 50% for the very first rise. Ella first rise parayano ട്ടോ. And second one is the rise time. Rise time is the time taken for the response to reach from 0 to 100% വരെ. Underdamped case ആണെങ്കിൽ 0 to 100%. പിന്നെ ഓവർ ഡാംഡ് കേസ് ആണെങ്കിൽ 10 to 90%. ക്രിട്ടിക്കലി ഡാംഡ് കേസ് ആണെങ്കിൽ 5% to 95%. Then the third one is the peak time. Peak time is the time taken by the response to reach the maximum peak value അല്ലെ for the very first rise. Peak value വരെ ഇതുവരെ സെന്റർ വരെ പീക്ക് വാല്യൂ വരെ ഫസ്റ്റ് റൈസിൽ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ സെറ്റിലിംഗ് ടൈം ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ റെസ്പോൺസ് ടു റീച്ച് ആൻഡ് സ്റ്റേ വിത്തിൻ എ സ്പെസിഫൈഡ് എറർ. ഒരു എററിൽ റീച്ച് ചെയ്ത് ആ എററിൽ സ്റ്റേ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ സെറ്റിലിംഗ് ടൈം ടോളറബിൾ എറർ എന്ന് പറയുന്നത്, സെറ്റിലിംഗ് ടൈം ഒരു എറർ റീച്ച് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ എറർ എന്ന് പറയുന്നത് 2% to 5% വരെ ആയിരിക്കും. Okay, 2% to 5% വരെ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ മാക്സിമം പീക്ക് ഓവർഷൂട്ട്. ഇത് ഫോർത്ത് വൺ ആണ്. ആക്ച്വലി ഞാൻ ബാക്കി എല്ലാ ടൈംസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഫിഫ്ത്ത് ആക്കി ഞാൻ നമ്പർ ചെയ്തേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പോലെ 4 തന്നെയാ, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റ് ചെയ്യാനുള്ള റീസൺ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം പീക്ക് ഓവർഷൂട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എന്തൊക്കെയാ മാക്സിമം വാല്യൂ ടു ഫൈനൽ വാല്യൂ ടു ദ റേഷ്യോ ഓഫ് ഫൈനൽ വാല്യൂ ആസ് ദ മാക്സിമം പീക്ക് ഓവർഷൂട്ട്. ഇത് ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. ദെൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്താൽ മതി, ആൻസർ ചെയ്ത് തരാം. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദെൻ താങ്ക് യു.